ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെത്തോലി ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് എന്നോട് നെത്തോലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നെത്തോലി അല്ലെങ്കിൽ കൊഴുവാന്ന് ഇതിനെ പറയുന്നതാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെത്തോലിയിലേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കോക്കനട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് വിനീഗർ ഇല്ലെങ്കിൽ സിന്തറ്റിക് വിനീഗർ ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതിലേക്ക് മീൻ വറക്കുന്ന ഏത് എണ്ണയാണോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കിത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ മീനിലേക്ക് എളുപ്പം തന്നെ ഉപ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിത് അടച്ച് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ലിഡൊക്കെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെത്തോലിയുടെ പീസസ് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കണം. എല്ലാം കൂടെ ഇങ്ങനെ മുട്ടി വെക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം ഓരോ മീനും നമുക്ക് വെച്ച് കൊടുക്കും. എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചിടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം 2-3 ബാച്ചസ് ആയിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 2-3 ബാച്ചസ് ആയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു വശം വേഗം തന്നെ അത് മൂത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശവും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതേ മറുവശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കോരിയെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു നെത്തോലി ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.